ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിൽ വന്നതാണ്. സമയം 9 കേട്ടോ. പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ചായയൊക്കെ കഴിച്ച് ഒന്ന് പോയി കിടന്നു. ഒന്നും കഴിച്ചില്ലായിരുന്നു. എന്തോ ഒരു സന്തോഷമില്ല കേട്ടോ, എനർജി കേട്ടോ. നമ്മളെ അടക്കള വേറെ പുതിയൊരു താരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആളുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ പാത്രങ്ങൾക്ക് നിന്ന് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഞാനിവരൊക്കെ കണ്ടാൽ നമുക്കൊരു എനർജി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഇതും പ്രസാദമല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ട് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ കറണ്ട് അടുപ്പ് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പിയിട്ട് പോയോ? ഒരു പൊട്ട് ഇട്ടിട്ട് വരാം കേട്ടോ. നമ്മൾ പൊട്ടൊക്കെ നമ്മളെ ഈ കണ്ണാടിമ തന്നെ പറ്റല്ലോ. അപ്പോൾ നമ്മൾക്ക് അരി കഴുകിയിട്ടിട്ട് തിളച്ചതിന് ശേഷം കറണ്ട് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് കാണാം. ഡാൻ അരി കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ട് നമ്മൾ ഉണ്ണേട്ടൻ ഇന്ന് രാവിലെ വിളിച്ച് പിന്നെ ഇന്നെന്താ കറി വെക്കുക, കറി എന്താ വെക്കാന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. മോടെ ഉണ്ട്, എറണാകുളത്തൊക്കെ പോയി വന്ന് ഇവിടെ ഉണ്ട്. ഇന്ന് വർക്കിന് കയറിയില്ല. പിന്നെ പുലർച്ചയ്ക്ക് ഇവിടെ വിളക്കൊക്കെ കത്തിക്കാളല്ലേ. അയ്യോ, അതുകൊണ്ടൊന്നല്ല കേട്ടോ. പിന്നെ എന്താ പറയാ, ഒന്നും പറയല്ലേ. എൻ്റെ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. പിന്നെ ചായക്ക് കഴിച്ചോ? ഇന്ന് വീട്ടിലെന്തൊക്കെയായിരുന്നു ചായക്ക്? നമ്മളെ സമ്മരൊക്കെ സുഖമായിട്ട് മല കയറി ഇറങ്ങിയിട്ടോ. ഇപ്പോൾ പിന്നെ ബസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നിട്ട് വേറെ ഏതോ ഒരു അമ്പലത്തിൽ പോവാണ്. അങ്ങനെ വരും. അയ്യോ, കന്യാകുമാരി കാശ്മീരൊക്കെ പോകുന്ന ആൾക്കറിയ. കാശ്മീരിൽ കൂടി പോകാനുള്ളവർ പലിക്കായിട്ട് ബാക്കി എല്ലാ ഇടങ്ങളും അവർ പോകുന്നുണ്ട്. ദൈവമേ നന്നായി പോയി വരട്ടെ. നമ്മളെ ഉണ്ണേട്ടൻ അതൊക്കെയുള്ളപ്പോൾ ഒരു സന്തോഷം. നമ്മളെ ഉണ്ണേട്ട വീട്ടിലില്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു വർക്കത്തില്ല, ഒരു ഐശ്വര്യമില്ല. നമ്മളെ വീടിൻ്റെ ഐശ്വര്യം നമ്മളെ ഉണ്ണേട്ടൻ, ഈ വീടിൻ്റെ ഐശ്വര്യം നമ്മളെ ഉണ്ണേട്ടൻ എന്ന് പറയേണ്ടി വരും. നമ്മൾ ഇന്ന് എന്താ കറി വെക്കാന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇളവനും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു സുഖമില്ല. ഇന്നലെ എൻ്റെ സ്വർണ്ണേച്ചി മോരല്ല പിന്നെ ചേമ്പ് പരിപ്പും കറി വെച്ച് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ചോറ് വെച്ചോളേന്. ഇന്ന് രാവിലെ സ്വർണ്ണേച്ചി പോയി. സ്വർണ്ണേച്ചി ഉണ്ടാവും കേട്ടോ അവിടെ, രാവിലെ പോകും. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ട് ഉള്ളി ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെച്ച മോന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കാം. എൻ്റെ നായ്ക്കുട്ടിയേക്കും ഇഷ്ടമാണ്. കാരണം അവരെന്താ വിചാരിക്കുക, ചിക്കൻ കറി എഴുതും. ചിക്കൻ കറി കഴിച്ചാൽ അവർ ചോറ് എല്ലാം കഴിക്കും, നമ്മളും കഴിക്കും. അപ്പോൾ നമുക്കിന്ന് അതന്നെ വെക്കാം. എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതായിരിക്കില്ല. പക്ഷെ നമ്മളത് ഉണ്ടാക്കണമെന്നൊന്നും പറയില്ല കേട്ടോ, കാട്ടില്ല കേട്ടോ. നിങ്ങളിട്ട് പറയാം, ഷെയർ ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് ഇച്ചിരി കിടന്ന് വെളുക്കത്തിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, വെറും കാപ്പി കഴിച്ച് പിന്നെ ചായക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. അരിപ്പൊടി പൊടിച്ച് തേങ്ങ ശർക്കരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അവിയലുണ്ട്. പിന്നെ ഇന്നലെ ചുട്ട ചപ്പാത്തിക്ക് അങ്ങനെ തന്നെ നിൽക്കാം. ഇന്ന് രാവിലെ കൊണ്ടുപോയി കളഞ്ഞ്. അപ്പോൾ നമ്മൾ വേഗം ഇതൊക്കെ വറുത്തരച്ച് കറി വെച്ചതിൻ്റെ വിളക്കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അവ കടലും കാപ്പിയും കഴിച്ചിട്ട് പോയി. അരിപ്പൊടി ഒന്നും അവൻ കഴിക്കില്ല. അമ്മായി കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. പോയില്ല. ഇത് കണ്ടോ, ശർക്കരയും തേങ്ങയും എല്ലാം ഇട്ട് കുഴച്ച അരിപ്പൊടി കേട്ടോ. നമ്മൾ രാവിലെ തന്നെ കഴിച്ചാൽ വയ്യായോ. എന്താ പറയുന്നത്, നമ്മൾ മുന്നോട്ട് അറിയാനുണ്ട് ഒരു ഇതുണ്ടാവില്ല. വെക്കാനും തിന്നാനും രാവിലെ ചായ ഉണ്ടാക്കാനും നല്ല വീട്ടിലേക്ക് ചപ്പാത്തിയും കറിയൊക്കെ നമ്മൾ ഉണ്ണേട്ടന് വേണം. എൻ്റെ മോനും വേണ്ട, അപ്പം ഒന്നും വേണ്ട പറഞ്ഞ് പോയി കിടന്നു. അപ്പം ഞാൻ ചോറ് വെച്ച് ഉള്ളി ഉരുളക്കിഴങ്ങും കൂടി വറുത്തരച്ച് കറി വെച്ചിട്ട് ഒന്നിച്ച് വന്നാൽ ചായൻ്റെ കണം വേണമെന്ന് പറഞ്ഞാൽ കോതമ്പത്തിൻ്റെ പുട്ടുണ്ടാക്കി കൊടുക്കും. അമ്മായി ഇത് കഴിച്ചിട്ട് പോയി. നമുക്ക് പിന്നെ രാവിലത്തെ കണം അല്ലെങ്കിൽ വേണ്ടല്ലോ. അപ്പോൾ സമയത്ത് പിന്നെ അവിടുന്ന് ചായ ഓടിച്ചിട്ടാണ് വരിക. ചിലപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. നല്ല എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും. അപ്പം എന്താ പറയുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ പോവാം. ഇത് തിന്നാൻ നെഞ്ഞേറും ഒക്കെ ഉണ്ടാക്കിയിട്ട് തിന്നാൻ ആരെയും വേണ്ട, ആരുമില്ല. ആകെ ഇവിടെ 5 ചപ്പാത്തി വെച്ചിട്ടാ. പിന്നെ 3 ഉണ്ടായിരുന്നു. 1 ഡെക്സയ്ക്ക് 1 അമ്മയ്ക്ക്. അമ്മ ചിലപ്പോൾ 2 കഴിക്കും, ചിലപ്പോൾ 1 കഴിക്കുള്ളൂ. അവിടെ കഴിച്ച് പോകും. അതിന് ഒരു 6 എന്തായാലും ചുട്ടും. അങ്ങനെ ഒന്നും ചുട്ടില്ല, പൊടി കുഴച്ചതില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയില്ല. മോനിച്ച് വന്നില്ല. വരുമ്പോഴത്തേനും നമുക്ക് വേഗം കറി വയ്ക്കാം. അടിപൊളി കറി വെക്കാം. എന്താ അടിപൊളി. ഇത്തിരി കാപ്പി പിടിച്ചാലോ. സെറ്റ്.
മലർവാഴപ്പൂവേ മണമുള്ള പൂവേ. നല്ല ശർക്കര ഇട്ട് കാച്ചിയ കാപ്പി കേട്ടോ. കാപ്പി കുടിച്ച കനൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഉള്ളി എടുത്തുവെച്ച് കിഴങ്ങെടുത്തുവെച്ച് ഈ സമയത്ത് കറി വെച്ച് കൊണ്ടുപോയി വിളിക്കും. ഇല്ല കൊണ്ടുവരേണ്ടവിടെ വിളിക്കുന്ന 3 കിഴങ്ങ്, ഉള്ളിയും കിഴങ്ങ്, തക്കാളി എടുത്ത് വെച്ച്. അപ്പോൾ ഉള്ളിയും കിഴങ്ങും തക്കാളിയും കൂടി നമുക്ക് കറി വെക്കാം. മലർവാഴപ്പൂവേ മണമുള്ള പൂവേ മധുശിഖം നിറയ്ക്കൂ പൂവേ മധുമാസത്തീരെ വരുമെന്റെ തോഴൻ മധുമാസത്തീരെ വരുമെന്റെ തോഴൻ മോഹങ്ങൾ വിൽക്കും രാജാതിരാജൻ. പാട്ട് ആരെങ്കിലും കേട്ടുക്കണോ? ദുർലഭേ കേൾക്കുള്ളൂ. അതൊന്ന് ഇത്ര വേഗം അങ്ങനെ കേൾക്കൂല. കാരണം വെച്ചാൽ അതൊന്നും ഹിറ്റാവാത്ത ഗാനങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വിശേഷം? മിണ്ടാതിരിക്കില്ല, എന്തെങ്കിലും ഒന്ന് പറയുവന്നെ. നമ്മൾ ഉള്ളി ഇതാ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സ്വർണ്ണേച്ചി വന്നില്ല. നമ്മളെ അമ്മായി ബാവാവ് ഉറങ്ങാണ്. നമ്മളെ ഉണ്ണേട്ടം വിളിച്ച് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളെ ഡെക്സ ബേബി അകത്തുണ്ട്. വലിയ സന്തോഷം ഇല്ലേന്ന് ഇപ്പം ഞാൻ വിചാരിച്ചല്ല, ഒന്ന് വീഡിയോ ചെയ്യട്ടെ. അപ്പം എനിക്ക് എവിടുന്നാ അറിയില്ല ഒരു സന്തോഷമൊക്കെ വന്നിട്ടോ. എൻ്റെ കുട്ടികളോട് സംസാരിക്കാൻ എനിക്ക് നല്ല സന്തോഷട്ടോ. നിങ്ങളൊരു എനർജി പവറാട്ടോ കുട്ടികളെ. ആണീന് ആരൊക്കെ എൻ്റെ വീഡിയോ കാണണം അവരൊക്കെ നല്ല സൂപ്പർ കുട്ടികളാ. അതുകൊണ്ടല്ലേ നമുക്ക് ഇത്ര എനർജി ഒക്കെ ഉള്ളത്. നിങ്ങളൊരു കമൻറ്റും പിന്നെ എന്താ പറയുക ഒരു ലൈക്കൊക്കെ തന്നോ എന്താണ് നിങ്ങൾ സ്വർഗത്തിലെ കുട്ടികളാന്ന് പറഞ്ഞാൽ. അപ്പം അതൊന്നും തരാണ്ട് ഞാൻ ഇത്രയും നല്ലത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ തരാണ്. എന്താ ഇപ്പം കണ്ടല്ലേ? അയ്യോ, ഞാൻ ഇന്നലെ ഒരു ലൈവ് കണ്ടിട്ടില്ല. ലൈവ് ഇടക്കിടക്ക് കാണും, എല്ലാവർക്കും മാറി മാറി കാണും. എല്ലാവർക്കും ഓരോ ലൈക്ക് കൊടുത്തിട്ട് പോരും. അപ്പോൾ ഒരു പെണ്ണുണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിയുന്ന കുട്ടി തന്നെ ആയിരിക്കും, പേരൊന്നും പറയുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള നല്ല സുന്ദരി പെണ്ണ. അപ്പോൾ അവളെ ലൈവ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ നോക്കണ്ട്. ഇങ്ങനെ മാറി മാറി ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോക്കണ്ട്. അപ്പോഴൊക്കെ നോക്കുമ്പോൾ അത്രയും ആ കുട്ടി കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഒക്കെ ലൈക്ക് ഇടാൻ നോക്കുമ്പോൾ പിന്നെ 30 എത്രയോ ആൾക്കാരെ ലൈക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ അപ്പുറം പോയി നോക്കുമ്പോൾ പിന്നെ ഓരോരുത്തർക്ക് 100 ചില്ലാനും 150 ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 60 ചില്ലാനായിട്ടുള്ളൂ. ആ കുട്ടിയാണ് നല്ല കാണാനൊക്കെ നല്ല അത്യാവശ്യം ഭംഗിയൊക്കെയാണ്. പിന്നെ നല്ല പെൺകുട്ടിയാണ്, സിനിമയിലൊക്കെ ഉണ്ടതും. നിമിഷ എന്നാണ് ആ പേര്. അപ്പോൾ പിന്നെ ഞാൻ കുറേ കഴിഞ്ഞ് രാത്രിയായിട്ട് നോക്കുമ്പോൾ ഒക്കെ 53 ആയിട്ടുള്ളൂ. അത്രയും വയറ്റലിച്ചവൾ സംസാരിക്കണോ ഇതാക്കണോ ഒക്കെ. പിന്നെ ഒക്കെ വ്യൂസ് എന്താ അറിയില്ല, എങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിയില്ല. ലൈക്ക് അത്രയേ ആയുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കാം ഇത് അവളെ ഇതിൽ എല്ലാവരും കയറുന്നുണ്ട്, സംസാരിക്കണോ ഒക്കെ ഉണ്ട്, പറഞ്ഞിട്ട് എന്താ ലൈക്ക് കൊടുക്കുന്നില്ല. ഇത്രയോ ഈ ലൈക്കിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണം. എന്നിട്ട് ഞാൻ വിചാരിക്കാം ഇത്രയോ സമയം ആ കുട്ടി ഇരുന്ന് കണ്ട് ഇങ്ങനെ സംസാരിച്ചും കൊണ്ടേ നിൽക്കുക, എന്നിട്ട് ഇത്രയും ആയേ ഉള്ളല്ലോ എന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ 2 ലൈക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ കയറുമ്പോൾ തന്നെ 1 കൊടുക്കും. അപ്പോഴാണ് ഞാൻ കാണുക അവർക്ക് എത്രയായി എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ കഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേമാതിരി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ, എന്റെ സ്വപ്നമേ. ബാക്കിക്കറിയില്ല കേട്ടോ, കണ്ടമറി പാട്ട്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നാക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉപ്പേരി വെച്ചാൽ നമ്മളെ സ്വർണ്ണയിച്ചൊക്കെ കൂട്ടും. ശരിയാനും വയ്ക്കാനും ഒക്കെ ഒരു
സന്തോഷമുണ്ട്, നമ്മളെ സന്തോഷം മരിക്കാതിരിക്കുക. അയ്യോ, പിന്നാരും കൊഞ്ചലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കഥ. അയ്യോ, പിന്നാരും കൊഞ്ചലൊന്നും വേണ്ട മക്കൾ, അതന്നെ അമ്പാടാ. സ്നേഹത്തിന് അതിരില്ലാത്ത മനുഷ്യനാണ് ഇപ്പം നൽകി പറ്റുക. പക്ഷേ സ്നേഹം അങ്ങനെയൊക്കെ കാണിക്കും, പ്രകടിപ്പിക്കും. അപ്പം നമ്മൾ ഉള്ളിയും കഴിവും എന്നിട്ടല്ലല്ലോ നമുക്ക് 2 പച്ചമുളക് എന്നിട്ടാ. അപ്പം നമുക്കിത് നന്നാക്കിയിട്ട് കേക്കിട്ട് കാണാം. നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ദോശക്കല്ലിൽ വറുത്താൽ വേഗം അങ്ങോട്ട് പരന്ന് കിടക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ ഈ തേങ്ങയുടെ അകത്തിട്ട് വറക്കാം കേട്ടോ. തേങ്ങ വറുത്തുന്നിടാം, അരച്ചാളോ. നമുക്കില്ല പനീർ, ഇത് നമുക്ക് പൊരിക്കാം. ഇത് പൊരിക്കുമോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഇത് പൊരിക്കാമോ അല്ല, പൊരിച്ചാൽ ഉരുക്കി പോകുന്ന എനിക്കറിയാം. പാലിൻ്റെ അല്ലല്ലോ ഇത്, പാലിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കുന്ന സംഭവമല്ല, എന്താവും ഒന്നും അറിയില്ല. നമുക്കൊന്ന് ഫ്രൈ ചെയ്യുന്ന സാധനമാണ്. നല്ല കഷ്ണങ്ങളാക്കിയ പനീർ. കോപ്പൻ്റെ അവിടെ എന്താ ഒരു കളർ, ഇതിൻ്റെ കളർ അടിച്ചതാണ് പനീരിൻ്റെ. അപ്പം നമ്മൾ ഇത് പൊരിക്കണം. അപ്പം നമുക്ക് പൊരിച്ചാലോ? പൊരിക്കാട്ടോ. ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ഇടണം, പിന്നെ ഗരം മസാലപ്പൊടി ഇടണം, മുളകും പൊടി ഇടണം, ഒക്കെ ഇടണം. നമ്മൾ ചെറിയ റൗണ്ടിലരിഞ്ഞ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി, അത് നമുക്ക് ചതയ്ക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് നമ്മളെ പനീരിലിട്ട് കുഴയ്ക്കാം. എന്താവോ എന്തോ എന്തിരുവോ എൻ്റെ മോൻ ഇച്ചു വന്നിട്ടോ ചായക്ക്. അമ്മ ചായ, അയ്യോ അമ്മൻ്റെ മോന് ചായ വേണോ? പുട്ട് ചൂടാറ്, ഉറക്കി പുട്ട് വേണ്ട, പുട്ട് തന്നെയാണ്. അപ്പം ഓൻ പുറത്തേക്ക് വയ്ക്കും, എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരും. ഞാനെന്നാ അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നു വേണ്ട, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിക്കും. അപ്പം നമുക്കും കൂടി ഉള്ളത് ഉണ്ടാക്കും. അതൊക്കെ നമ്മളെ പൊടിച്ച് ചേർത്തിയ ഗരം മസാലപ്പൊടി ഇട്ടു. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും. വീഡിയോ നീളും ഇതൊക്കെ. മഞ്ഞൾപ്പൊടി, നമ്മളെ മുളകും പൊടി ഇത്തിരി ഇടാം. മുളകും പൊടി ഇത്തിരി, കുരുമുളക് പൊടി ഇടാം. മുളകും പൊടി നമ്മളിത്തിരി കുരുമുളക് പൊടി സെറ്റ്. ഇനി നമുക്ക് ഉപ്പും പൊടി, എന്നിട്ടെന്ത് കുഴയ്ക്കാലോ. ഒന്നും പറയണ്ട, ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ പൊടി അല്ല, പൊടിയല്ലാതെ ഇവിടെ മിഞ്ചി വെളുത്തുള്ളി ചതച്ചോ. ഞാൻ വെച്ചത് കുഴയ്ക്കുമ്പോൾ പൊടിയായോ, എന്താ അവസ്ഥ. ഇത് ഞാൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞ് വരുന്നുണ്ട്, എന്തൊക്കെയോ കൊണ്ട് അമ്മയ്ക്കും മോനും അങ്ങനെ എന്തെങ്കിലും മോന് വട അങ്ങനെ പൊരിച്ചൊക്കെ ഇഷ്ടം. അപ്പം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. അമ്മ ഉണ്ടാക്കണ്ടാറ്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ട് മോനെ എന്താ കൊണ്ടുവന്നത്? എന്താ കൊണ്ടുവന്നത് നോക്കട്ടെ. അയ്യോ, പരിപ്പ് വടയിൽ കൂടാത്ത ചെയ്തത്. പത്തിരി അമ്മയ്ക്ക് വാങ്ങിയിട്ടില്ലേ? പരിപ്പ് വട ഓന് അമ്മയ്ക്ക് പരിപ്പ് വട ഇഷ്ടം. ഇതെനിക്കിഷ്ടമാണ് പൊരിച്ചത്തിരി, അതാണ് പൊരിച്ചത്തി വാങ്ങിയത്. നമ്മളിതൊക്കെ ഒന്ന് ഇത് വെച്ചിട്ട് ഇന്നിങ്ങനെ കാണിക്കും. എന്നിട്ട് ഈ പത്തിരി നമ്മൾ എടുക്കും. ഒന്ന് വേണ്ട അങ്ങോട്ട് ഒന്ന് ഇട്ടത് വരെ കാണുള്ളൂ. ഇല്ലടാ, എന്റെ കുഞ്ഞിന്റെ പുതിയ പല്ലിനാണ്. നമ്മക്കൊന്ന് കാട്ടി കൊടുക്കുക. അതാ സെറ്റ് നോക്കണ്ടേക്കോ. ഇതോ അമ്മായി കൊടുക്കുക, എനിക്ക് വെച്ചോ. അപ്പൊ നമ്മൾ സൂപ്പർ പൊരിച്ചത്തി. ഞങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞാൻ പൊരിച്ചത്തിരി വാങ്ങാതെ തന്നെ അറിയാം. അപ്പോൾ പൊരിച്ചത്തിരി ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ കാപ്പി കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇത് പൊരിച്ചിട്ട് കാണാം.
നമ്മളെ വീഡിയോ നമ്മുടെ കുട്ടികൾക്കൊക്കെ അതായത് നമ്മുടെ സ്നേഹവും സന്തോഷവും നമ്മുടെ സന്തോഷത്തോടു കൂടി പത്തി കഴിക്കുന്നത്. ഇപ്പം തരാം. ടാറ്റാ, ബൈ ബൈ. ഇപ്പോൾ വരാം. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും ഒക്കെ തന്നുകൊണ്ട് നമ്മൾ ഈ പെരിച്ചത്തിരി തിന്നുകൊണ്ട് ടാറ്റാ, ലവ് യു, ചക്കരമ്മ ട്ടാ. ഹലോ, അപ്പോൾ നമ്മളെ പനീർ ഫ്രൈ ചെയ്യാൻ പോവാണേ. നമുക്ക് ഇത്തിരി നെയ്യും കൂടി ചേർത്തി കൊടുക്കാം. നെയ്യ് ഇതിൽ കിടക്കുന്നുണ്ട്, കട്ടപ്പിച്ച് കിടക്കുകയാണ്. ഓ, ഇനി നമുക്ക് വെളിച്ചെണ്ണയൊക്കെ അതിലേക്ക് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെന്തിനാ അറിയാം, ഞാൻ ഇത് വെച്ച് അതാകുമ്പോൾ നമുക്ക് പരത്തി വെച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് പരത്തി വെക്കാമല്ലോ. അതുകൊണ്ടാണ് അത് വെച്ചതിന് ശേഷം കാണും. ഞാൻ പരത്തിയിട്ട് പിന്നെ ലേശം പിടിച്ച് നന്നായിട്ട് വാരിയിട്ട് നമ്മളെ ഈ മുളകും പൊടിക്ക് ഇതിൽ പിടിക്കട്ടെ. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിടക്കാം. നമ്മളെ പനീർ ഇടുക അങ്ങനെ നല്ല വെറ്റ് മീൻ കഷ്ണം പോലെ പൊരിയണം. അപ്പോൾ നമുക്കിത് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി വാരിയിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ മീൻ കഷ്ണമൊക്കെ പൊരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് മറിച്ചിട്ട് കരിയ. അപ്പം നമുക്ക് അതിൻ്റെ മേലെ ഈ ഉള്ളി അങ്ങോട്ട് വാരി വിതറി നമ്മൾ അടച്ചു മൂടാം. നമ്മൾ വാരി വിതറി അടച്ചു മൂടാൻ പോവാണ്. അടുത്ത പാൻ കൊണ്ട് അടച്ചു മൂടാം. അല്ല മൂടാൻ പറ്റില്ല. ഓക്കെ, ബായ്. ഇനി ചോറ് കാണാൻ നമ്മളെ കറി റെഡിയായി. നമുക്കിനി പപ്പടം പൊരിക്കാണ്ട്. നമ്മുടെ പനീർ ഫ്രൈ ഇവിടെ റെഡിയായി. നമ്മൾ മീൻ പൊരിച്ച മാതിരിയൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടാ. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കണം. കഴിഞ്ഞ് പപ്പടം പൊരിച്ച്. ഹലോ, അപ്പോൾ നമ്മൾ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് നമ്മളെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ പുതിയ ചെടി ഇവിടേക്ക് നട്ടു. ഇവിടെ ഒന്നും വെക്കല്ല കേട്ടോ. അടുപ്പിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചാട്ടോ. നല്ല സുന്ദരി ചെടിയാണേ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. നമ്മളെ ഡെക്സ ബേബി ടോയ്ലറ്റിൽ പോവാൻ ശല്യം കൂട്ടുണ്ട്. അതായിരിക്കണ പോവാ, ഇറങ്ങിക്കോ, വാ ടോയ്ലറ്റിൽ പോവാ. നടന്നൂട്, അമ്മൻ്റെ കുഞ്ഞ് നടന്നൂട്. കയറൊക്കെ അയക്കണം നോക്കിക്കൻ്റെ കുട്ടി. വേനർന്നു ഓടണം. അപ്പം നമ്മൾ കുലായിലുണ്ട് നമ്മളെ വില്ലാളി വീഴാം. അവനെ പോകാൻ ശ്രമിക്കില്ല, അടി ഉണ്ടാക്കും. നോക്ക് ടാക്സി അങ്ങോട്ട് നടക്കുന്നീ. നോക്ക് ബ്ലോക്ക് ചെയ്ത് നിൽക്കണേ. ടാക്സി നടക്കുക, ഇറങ്ങിട്ട് പോവാ. അവനെ അടിക്കൂ വേ സിവാ അങ്ങോട്ടേക്ക് വേ പോരി പോരി. ഹലോ, നമുക്ക് ചൊറയ്ക്കാൻ എൻ്റെ മോൻ പറഞ്ഞിട്ടോ, നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയ എന്തിനാണ്? മനസ്സിൻ്റെ ടെൻഷൻ ഒഴിവാക്കാനാണ്. രസമുണ്ട് ഇതാ പൊരിച്ചിട്ട്. രസമുണ്ട് കേട്ടോ നമ്മളെ പനീർ പൊരിച്ചിട്ട്. വഴക്കാണോ? എന്നാ ചിക്കൻ എന്നാ രക്തം ആ കഴിച്ചില്ല. സൂപ്പർട്ടാ. മാം എപ്പോഴാ വന്നത്? പഞ്ചായത്തിൽ പോയിട്ട് ഞങ്ങൾ ചോറ് ഒന്ന് കൈ കഴുകി നിൽക്കും. 2:30 ആവാൻ അതിലേക്കാ. എന്താ ഡെക്സാ?